ഹലോ, ഇതൊരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നേ. ഇത് ഹെൽമെറ്റ് ക്ലീനറാണ് കേട്ടോ. ഹെൽമെറ്റ് ക്ലീനർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്ത് നമ്മളൊരു ഹെൽമെറ്റ് മേടിച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ 2019 വാങ്ങിയൊരു ഹെൽമെറ്റാണ്. ആ ഹെൽമെറ്റാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കും, പലരും ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് അതിന് നല്ലതുപോലെ അഴുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ATM പോലുള്ള സാനിറ്റൈസേഷൻ വന്നല്ലോ, ഹെൽമെറ്റിൻ്റെ സാനിറ്റൈസ് ചെയ്യുന്നത് പോലത്തുള്ള പരിപാടികളുണ്ടല്ലോ, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടേ. പക്ഷേ എന്നാലും ഇങ്ങനൊരു പ്രോഡക്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാനൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. 299 രൂപ മാത്രമേ ഉള്ളൂ പ്രോഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ 299 രൂപയ്ക്ക് ഒരു നഷ്ടവും നമുക്കില്ല. കാരണം അതുപോലെ നമുക്ക് നമ്മുടെ ഹെൽമെറ്റ് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തു. ഇത് ആക്ച്വലി ഒരു സ്പ്രേ ബോട്ടിൽ പോലാണ്, അതിനകത്ത് ഫോം പോലാണ് അതിൻ്റെ ഇത് വരുന്നത്. നല്ല ഫ്രാഗ്രൻറ്റോടുകൂടിയുള്ള ഫോമായിരിക്കും. ആ ഫോം നമ്മൾ എന്ത് ചെയ്യും, ഹെൽമെറ്റിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുമേ. ഞാനാണെങ്കിൽ അത് ഫോം പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ എന്ത് ചെയ്തു, ടിഷ്യൂ വെച്ചൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേ എൻ്റെ ഹെൽമെറ്റിൻ്റെ അകത്ത് അഴുക്ക് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇത്രയും നാളായില്ലേ നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം കൂടെ ആ ഫോം അടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം, 10 മിനിറ്റ് എടുത്തില്ല കേട്ടോ, അത്രയും നേരം കൂടെ ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ആക്കി കേട്ടോ. പുതിയൊരു ഹെൽമെറ്റിൻ്റെ പോലെയെന്നൊന്നും ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ലെവലിലൊരു ഒരു റിസൾട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആദ്യം ടിഷ്യൂ വെച്ചാൽ കേട്ടോ തുടച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ടിഷ്യൂവിൻ്റെ പേപ്പർ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷെ അതൊരു നല്ലൊരു ക്ലോത്ത് വെച്ച് തുടച്ചാൽ മതി. നമ്മളിത് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെൽമെറ്റിനൊരു നനവ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയോ അല്ലെങ്കിൽ നല്ല സ്പീഡിലിട്ടിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉണങ്ങി വരും കേട്ടോ. ഹെൽമെറ്റ് നല്ല സ്മെല്ലും കിട്ടും, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് നമ്മുടെ ഫോർഹെഡൊക്കെ മുട്ടുന്ന സ്ഥലമൊക്കെ നമുക്കൊരു ഷെയ്ഡ് ചെളി നമ്മുടെ വിയർപ്പും ഇതൊക്കെ അടിഞ്ഞ് എന്തുണ്ടാകും, അവിടെ ഒരു കളർ ചേഞ്ചൊക്കെ ഉണ്ടാകും കേട്ടോ. അതൊക്കെ മാറുകയും ചെയ്യും. അടിപൊളിയായിട്ട് ഈ പ്രോഡക്റ്റ് വർക്കാവുന്നുണ്ട്. ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവരും വാങ്ങിച്ചോളൂ. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പല ഫ്രാഗ്രൻറ്റിലുള്ള നമുക്ക് അവൈലബിൾ ആട്ടോ ഫ്ലിപ്കാർട്ടിൽ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കിക്കോളൂ. എൻ്റെ ഹെൽമെറ്റിൻ്റേത് എത്ര നന്നായിട്ടത് ക്ലീനായി എന്നുള്ളതാണ് കേട്ടോ. പിന്നെ 2019 മേടിച്ചൊരു സാധനത്തിന് പെട്ടെന്ന് സ്പ്രേ ഫോം ചെയ്തപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും മാറിയെങ്കിൽ ഇത് കുറച്ച് സമയം കൂടെ ഞാൻ ഫോം വെച്ചിട്ട് ഞാൻ ഉപയോഗിക്കുവാണെങ്കിൽ നല്ലതുപോലെ മാറിയിരുന്നു. പക്ഷേ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. എല്ലാവരും വാങ്ങാനായിട്ട് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കുമേ. ഓക്കെ, താങ്ക് യു.